ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽ ഗതാഗതത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. രാജ്യത്ത് നിലവിൽ സർവീസ് നടത്തുന്ന ഏറ്റവും വേഗമേറിയ ട്രെയിൻ സർവീസുകളിൽ ഒന്നാണ് വന്ദേ ഭാരത്. നിലവിൽ 100ഓളം വന്ദേ ഭാരത് ട്രെയിനുകളാണ് രാജ്യത്ത് സർവീസ് നടത്തുന്നത്. കേരളത്തിൽ 3 വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത്. മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലും അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനുമാണ് ട്രെയിനിന് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പേര് നൽകിയത്. ശതാബ്ദി എക്സ്പ്രസ്സിന് സമാനമായി ഒരു ദിവസത്തിൽ താഴെ ദൂരമുള്ള പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പകൽ മാത്രമുള്ള ട്രെയിൻ സർവീസുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ. ഈ ട്രെയിനിന് മണിക്കൂറിൽ 180 മുതൽ 200 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും. റെയിൽവേ സംവിധാനം നവീകരിക്കുന്നതിനും യാത്രക്കാർക്ക് ലോകോത്തര യാത്രാനുഭവം പ്രദാനം ചെയ്യുന്നതിനും ഈ ട്രെയിനുകളിലൂടെ കഴിയുന്നുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ വന്ദേ ഭാരതിൽ യാത്ര സാധ്യമാകൂ. എല്ലാം ശീതീകരിച്ച കോച്ചുകളുമാണ്. ഭക്ഷണം അടക്കം ഈ ട്രെയിനുകളിൽ ലഭിക്കും. ഇപ്പോഴിതാ വന്ദേ ഭാരത് സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്ന ജീവനക്കാർക്ക് ടിക്കറ്റ് നിരക്കിന് ചിലവായ തുക തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ. അതെ, ഗുജറാത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വന്ദേ ഭാരത് ട്രെയിനുകളിലെ യാത്രകൾ ഇനി മുതൽ സൗജന്യമാണെന്ന് പറയാം. ലീവ് ട്രാവൽ കൺസെഷനിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ജീവനക്കാർക്ക് യാത്രയ്ക്ക് ചിലവായ തുക തിരികെ നൽകുന്നത്. ജീവനക്കാരുടെ ആവശ്യത്തെ തുടർന്ന് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് ഈ തീരുമാനം എടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കി കഴിഞ്ഞു. ഗുജറാത്തിൽ നിലവിൽ 5 ലക്ഷം സർക്കാർ ജീവനക്കാർക്കാണ് ലീവ് ട്രാവൽ കൺസെഷൻ ലഭിക്കുന്നത്. 4 വർഷത്തിൽ 6000 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ പുറത്തിറക്കിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ട്രാവൽ കൺസെഷനിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നെന്ന് പത്രക്കുറിപ്പിൽ പറയുന്നു. ട്രാവൽ കൺസെഷൻ പദ്ധതി പ്രകാരം വന്ദേ ഭാരത് ട്രെയിനുകളിൽ യാത്ര അനുവദിക്കണമെന്ന് ജീവനക്കാർ സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിവേദനം നൽകിയിരുന്നു. ധനകാര്യ വകുപ്പ് ഇക്കാര്യത്തിൽ സർക്കാർ പ്രമേയം പുറപ്പെടുവിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.